ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയ സിദ്ധാർത്ഥ് മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ചലനമറ്റ് കിടക്കുന്ന തൻ്റെ അച്ഛനും കയ്യിൽ കത്തിയുമായി അതിക്രൂരഭാവത്തോടെ നിൽക്കുന്ന ദയയും. സിദ്ധാർത്ഥിന് പിന്നാലെ ഓടിക്കയറിയ ശ്രീറാമിൻ്റെ മിഴികളും ഒരു നിമിഷം തുറച്ചുപോയി. പിന്നാലെ എത്തിയ മഹാലക്ഷ്മിയുടെയും സുരഭിയുടെയും സാവിത്രിയുടെയും സ്വാതിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. തനിക്ക് മുന്നിൽ ശില കണക്കെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ പിടിച്ചു മാറ്റി ശ്രീറാം ഓടിച്ചെന്ന് രവീന്ദ്രൻ്റെ മുഖത്തൊന്ന് തട്ടി നോക്കി. അയാളൊന്ന് ഞെരങ്ങി. കിച്ചോ! ശ്രീറാമിൻ്റെ ശബ്ദം നാലുപാടും മുഴങ്ങി. ശബ്ദം ശ്രവിച്ച് കൈലാസ് മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് പാഞ്ഞെത്തി. മുന്നിലെ കാഴ്ച കണ്ട് അവനും പതറി. എന്താ ഏട്ടാ ഇത്? പതർച്ചയോടെ ചോദിച്ചു കൈലാസ്. വേഗം വേഗം ആശുപത്രിയിലെത്തിക്ക്. ഏട്ടാ! കൈലാസ് വിറയലോട് വിളിച്ചു. വേഗം കൊണ്ടുപോകാൻ. ശ്രീറാം അലറി. ദയ കണ്ണുകൾ നാലുപാടും ചലിപ്പിച്ച് ശ്രദ്ധയോടെ നിന്നു. പിന്നെ കയ്യിലെ കത്തി ഒരിക്കൽ കൂടെ മുറുകെ പിടിച്ച് വീണ്ടും രവീന്ദ്രനെ കുത്താനാഞ്ഞു. കത്തി അയാളുടെ ദേഹത്തിൽ ആഴ്ന്നിറങ്ങും മുന്നേ ശ്രീറാമിൻ്റെ കൈകൾ അവളെ തടഞ്ഞിരുന്നു. എഴുന്നേറ്റ് ദയയെ മുറുകെ ചുറ്റിപ്പിടിച്ചവൻ അവളുടെ കയ്യിലെ കത്തി പിടിച്ചു പറിച്ചു വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദയ ശ്രീറാമിൻ്റെ കൈകളിൽ കിടന്നു കുതറി അലറി വിളിച്ചു. രവീന്ദ്രനെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാനുള്ള ദാഹം അവൾക്കുള്ളിൽ നുരഞ്ഞു പൊന്തി. കൈലാസും സിദ്ധാർത്ഥും ചേർന്ന് രവീന്ദ്രനെ പുറത്തെടുക്കവേ സാവിത്രിയും സ്വാതിയും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർക്ക് പിന്നാലെ പോയി. സുരഭി ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. എന്താ ദുർഗ താനീ കാണിച്ചത്? തൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതറുന്ന ദയയെ ഒരിക്കൽ കൂടി അമർത്തിപ്പിടിച്ച് ശ്രീറാം ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ വല്ലാതെ ആശങ്ക നിറഞ്ഞിരുന്നു. ഞാൻ കൊന്നു. ഈ കൈകൾ കൊണ്ടയാളെ എന്നെപ്പോലെ കുഞ്ഞിനെയും. ദയ വിറയലോടെ ശ്രീറാമിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. പെട്ടെന്നെന്തോ ഓർത്ത പോൽ അവളുടെ കണ്ണുകൾ ചുറ്റുപാടും പാഞ്ഞു. അവസാനം അത് സുരഭിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി അവരുടെ ചുമലിലേക്ക് ചാഞ്ഞിക്കിടക്കുന്ന കുഞ്ഞിലെത്തി നിന്നു. ഒറ്റ നിമിഷം കൊണ്ട് ശ്രീറാമിൽ നിന്നും ശക്തമായി കുതറിയോടി അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. പേടിക്കണ്ടാട്ടോ, അയാളൊന്നും ചെയ്യില്ല. ഞാൻ കൊന്നില്ലേ, എനിക്കറിയണ്ട. ഭ്രാന്തമായി പദം പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ ശ്രീറാം അലിവോടെ നോക്കി. അപ്പോഴേക്കും കഴിഞ്ഞ കാര്യങ്ങളുടെ ഏകദേശ രൂപം അവന് മനസ്സിലായിരുന്നു. ദയയുടെ കയ്യിൽ കിടന്ന് ഭീതിയോടെ കരയുന്ന കുഞ്ഞിനെ ശ്രീറാം ബലമായി പിടിച്ചു വാങ്ങി സുരഭിയെ ഏൽപ്പിച്ചു. നിങ്ങൾ പോകരുത്. കുഞ്ഞുമായി ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങിയവരെ ശ്രീറാം തടഞ്ഞു. അവരുടെ മിഴികളിൽ തളം കെട്ടിയ ഭയവും ദയനീയതയും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു അവൻ. എന്താണ് ശ്രീ ഇതൊക്കെ? എന്തബദ്ധ കുഞ്ഞ് നീ ചെയ്തത്? നിറമിഴികളോടെ മഹാലക്ഷ്മി ദയയെ നോക്കി. അവളുടെ കവിളിലും കഴുത്തിലും കൺപീലികളിലും എല്ലാമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം കാണി അവർക്ക് അവജ്ഞ തോന്നി, ഒപ്പം ഭീതിയും. തനിക്ക് ചുറ്റുമുള്ള ആരും ദയയുടെ ശ്രദ്ധയിലില്ലായിരുന്നു. എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് അപ്പോഴും ശ്രീറാമിൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു അവൾ. മഹാലക്ഷ്മിക്ക് മറുപടി നൽകാതെ ശ്രീറാം ഇടനാഴിയിലൂടെ ദയയുമായി മുന്നോട്ട് നടന്നു. വാതിൽക്കൽ നിറ കണ്ണുകളുമായി നിൽക്കുന്ന ഗോപുവിനെയും ശരണിനെയും ചാരുകസേരയിൽ തളർന്നിരിക്കുന്ന പ്രഭാകരവർമ്മയെയും നിസ്സഹായമായി നോക്കിയവൻ ദയയുമായി ചായ്പിലേക്ക് നടന്നു. ആശുപത്രി വരാന്തയിലെ കസേരയിൽ നിശ്ചലമായിരിക്കുന്ന സിദ്ധാർത്ഥിനെ വീക്ഷിക്കുകയായിരുന്നു കൈലാസ്. സിദ്ധാർത്ഥിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ഇരുമിഴികളിലെയും നേത്രഗോളങ്ങൾ അണുവിട ചലിക്കാതെ ഒരു ബിന്ദുവിൽ തറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ ഇരു കൈകളിലേക്കും കഴുത്തിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പിടിച്ചു നിൽക്കുന്നത് കാണെ കൈലാസിന് അല്പം ഭയം തോന്നി. ദയയോടുള്ള പക അതുമാത്രമാണ് അവൻ്റെ മനസ്സിൽ ആളിക്കൊണ്ടിരിക്കുന്നതെന്ന് കൈലാസിന് തോന്നി. എന്നിട്ടും അവൻ എന്തിനാണ് ഡോക്ടറോട് കള്ളം പറഞ്ഞത്? വല്യമാമ നിലതെറ്റി മുറ്റത്തേക്ക് വീണപ്പോൾ കമ്പി തുളച്ച് കയറിയതാണെന്ന് ഇല്ലാ കഥ മെനഞ്ഞുണ്ടാക്കിയത് എന്തിനാണ്? എത്രയൊക്കെ ഡോക്ടർ തിരിച്ചും മറിച്ചും നിർബന്ധിച്ച് ചോദിച്ചിട്ടും അവൻ അതേ ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അറിയാവുന്ന ഡോക്ടറുടെ കയ്യും കാലും പിടിച്ച് പോലീസ് കേസ് ആക്കരുതെന്ന് യാചിച്ചിരിക്കുന്നു. അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ചിന്തയോടെ നിൽക്കവേ സിദ്ധാർത്ഥ് കൈലാസിനരികിലെത്തി അവൻ്റെ ചുമലിൽ കൈവച്ചു. എനിക്കൊന്ന് വീട്ടിൽ പോകണം. എന്തിനാണെന്ന് ചോദിക്കാൻ കൈലാസിൻ്റെ മനസ്സ് തുടിച്ചെങ്കിലും മൗനം പൂണ്ടവൻ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് സിദ്ധാർത്ഥിന് നൽകി. ഞാനും ഉണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം. ഉറച്ച വാക്കുകളോടെ സാവിത്രി സിദ്ധാർത്ഥിനെ പിന്തുടർന്നു.
വീട്ടിലെത്തി കാറിൽ നിന്നും ധൃതിയിൽ ഇറങ്ങി സിദ്ധാർത്ഥ് നേരെ ചായ്പിലേക്ക് നടന്നു. അവന് പിന്നാലെയായി സാവിത്രിയും. ഉമ്മറക്കോലായിൽ തന്നെയായി ദയയും ശ്രീറാമും ഒഴികെ എല്ലാവരുമുണ്ട്. ആരെയും വകവയ്ക്കാതെ അകത്തളത്തിലേക്ക് ഓടിക്കയറി സിദ്ധാർത്ഥ് താഴെയുള്ള എല്ലാ മുറിയിലും ദയയെ തിരഞ്ഞു. കാണാതെ വന്നപ്പോൾ മുകൾ നിലയിലേക്ക് ഓടിക്കയറി. സിദ്ധാർത്ഥിൻ്റെ വരവ് പ്രതീക്ഷിച്ചെന്നപ്പോൾ നടുമുറി വാതിലിന് മുന്നിൽ ശ്രീറാം നിൽപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ശ്രീറാമിലേക്കും അവന് പിന്നിലായുള്ള താഴിട്ട് പൂട്ടിയ മുറിവാതിലിലേക്കും ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കും. ശ്രീറാം ദീർഘമായി നിശ്വസിച്ച് അവനരികിലേക്ക് നടന്നെടുത്തു. ദയവിടെ, എനിക്കവളെ കാണണം. ശ്രീറാമിനെ മുഖവിലേക്കെടുക്കാതെ സിദ്ധാർത്ഥ് ശാഠ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നമുക്ക് സംസാരിക്കാം. എനിക്ക് തന്നോടൊന്നും പറയാനില്ല. ദേ നോക്ക്, ഭ്രാന്തെടുത്ത് നിൽക്കുക ഞാൻ. എൻ്റെ അച്ഛനെ അവൾ കുത്തിക്കീറി ജീവച്ചവാക്കിയിട്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയണം. അവളെ ഞാൻ വിളിക്കാം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് സമയം, വളരെ കുറച്ച് സമയം താൻ എനിക്ക് തരണം. പ്ലീസ് വരൂ. മടിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ ബലമായി താഴേക്ക് കൊണ്ടുപോയി ശ്രീറാം. ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും സമയം പാഴാക്കാതെ ശ്രീറാം സുരഭിക്കരികിൽ ചാഞ്ഞു നിൽക്കുന്ന കുഞ്ഞിനെ തനിക്കരികിലേക്ക് കൈമാടി വിളിച്ചു. ആദ്യമൊന്നും മടിച്ചെങ്കിലും അവൾ പതിയെ കുടുങ്ങി ശ്രീറാമിനരികിൽ ചെന്ന് നിന്നു. വാവയോടാ വല്യച്ഛൻ എന്താ പറഞ്ഞേ? വളരെ സൗമ്യമായി, അത്രമേൽ വാത്സല്യത്തോടെ ശ്രീറാം ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഒന്നും പറഞ്ഞില്ലല്ലോ. ഇരു കൈയും മലർത്തി അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. ശ്രീറാമിന് അല്പം ആശങ്ക തോന്നി. താൻ ചിന്തിച്ചതുപോലെ ഒന്നുമല്ലേ കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന സംശയം അവനുള്ളിൽ തലപൊക്കി തുടങ്ങി. മോളെ ഉപദ്രവിച്ചില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല. ഇരുവശത്തേക്കും തല ചലിപ്പിച്ചവൾ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടവൻ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ അച്ഛൻ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നോ? അതിലൂടെ ദയയെ രക്ഷിക്കാനാണോ തൻ്റെ ഉദ്ദേശം? എൻ്റെ അച്ഛനെ എനിക്കറിയാം. മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള മനസ്സ് പാവത്തിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അകത്ത് സുരക്ഷിതയായി നിർത്തി ഒരുത്തിയില്ലേ? അവളെയായിരുന്നു എൻ്റെ അച്ഛൻ ആദ്യം ഇല്ലാണ്ടാക്കുക. പക്ഷേ അച്ഛനെ കഴിയാത്തത് ഞാൻ ചെയ്യും. ആ നശിച്ചവളുടെ മരണം എൻ്റെ ഈ കൈകളുകൊണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കൂടെ അവൾ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എൻ്റെ അച്ഛനോട് അവൾ ചെയ്ത തെറ്റിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. സിദ്ധാർത്ഥിൻ്റെ അട്ടഹാസം കേട്ട കുഞ്ഞിപ്പെണ്ണ് ശ്രീറാമിൻ്റെ നെഞ്ചിൻ ചൂടിലേക്ക് ഒതുങ്ങി നിന്നു. അവൾ ഭയപ്പാടോടെ സിദ്ധാർത്ഥിലേക്ക് ഒളിക്കണ്ണെറിഞ്ഞു. ശ്രീറാം നിസ്സഹായനായി കുഞ്ഞിനെ നോക്കി. അവസാന ശ്രമമെന്നോണം അവൻ ഒരിക്കൽ കൂടെ ചോദിച്ചു. ആ വല്യച്ഛൻ മോളെ ഒന്നും ചെയ്തില്ലെന്ന് ഉറപ്പല്ലേ? ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം നന്നേ നേർത്തിരുന്നു. ഇല്ലല്ലോ, ഒന്നും ചെയ്തില്ല. മോൾക്ക് കുറേ ഉമ്മ തന്നു. ഇവിടെയും ഇവിടെയും ഒക്കെ തന്നു. തൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കൈ ചേർത്ത് പറയുന്ന കുഞ്ഞുമോളെ കാണാൻ ശ്രീറാമിന് തൻ്റെ ഹൃദയം മിന്നി. നെഞ്ചിൽ പേരറിയാത്തൊരു നൊമ്പരം നിറയുന്ന പോലെ. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇനിയും മിണ്ടാതിരുന്നാൽ. ഒരു സൂത്രം കാണിച്ചതാന്ന് പറഞ്ഞ് കുഞ്ഞുമോളെ കുപ്പായി ഊരാൻ പോയപ്പോഴാ ആ ചേച്ചി പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ എൻ്റെ മോളെ എന്നലറിക്കൊണ്ട് സുരഭി പാഞ്ഞു വന്ന് അവളെ എടുത്ത് തൻ്റെ മാറോടൊതുക്കി. ഹൃദയം രണ്ടായി പിളർന്ന പോൽ ആ അമ്മ മനം വേദനിച്ചു. കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ശ്രീറാം വേദനയുടെ ആ കാഴ്ച കണ്ടു നിന്നെങ്കിലും അവന് വല്ലാതെ സമാധാനം തോന്നി. രവീന്ദ്രനെ മുഖം മൂടി എല്ലാവർക്കും മുന്നിലും അഴിഞ്ഞു വീണിരിക്കുന്നു. അവൻ സുരഭിയെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. വിഷമിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹം കൊണ്ടുള്ള തലോടലും കാമം കൊണ്ടുള്ള തലോടലും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അമ്മയായ നിങ്ങൾക്ക് അതിന് സാധിക്കൂ. നിങ്ങൾക്ക് മാത്രം. ആശ്വാസം പകർന്നുകൊണ്ടവൻ അവരുടെ ചുമലിൽ പതിയെ തട്ടി കുഞ്ഞുമോളുടെ നെറുകിലൊന്ന് ചുംബിച്ചു. ശേഷം പിന്തിരിഞ്ഞ് സിദ്ധാർത്ഥിനെയും സാവിത്രിയെയും നോക്കി. ഇരുവരും തരിച്ചു നിൽക്കുകയാണ്. അവർ മാത്രമല്ല, ചുറ്റിലുള്ള എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. ഇത് വായിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുഞ്ഞിലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു വിഷമഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നാൽ അതവർക്ക് യാതൊരു ഭയവും സംഘർഷവും കൂടാതെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള സ്പേസും ബോണ്ടും കൂടെ നിങ്ങൾ കുട്ടികൾക്കിടയിൽ നിലനിർത്തണം. പലപ്പോഴും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയത്താൽ നിങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ പലതും മറയ്ക്കും. അങ്ങനെ മറയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക സംഘർഷം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചോളണമെന്നില്ല.
വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അതൊരു ട്രോമയായി അവരിൽ നിലനിൽക്കും. ഇനി അച്ഛന്മാരുണ്ടെങ്കിൽ, ഒരാണായതുകൊണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ മകളോട് സംസാരിക്കുമെന്ന ചിന്ത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ട്രസ്റ്റ് മീ, നിങ്ങളോളം നിങ്ങളുടെ മകൾക്ക് വിശ്വാസമുള്ള മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും അനുയോജ്യരായവർ അച്ഛന്മാർ തന്നെയാണ്. അതിൽ യാതൊരുവിധ നാണക്കേടും കരുതേണ്ട ആവശ്യമില്ല.